ഹലോ, ചെന്നൈ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലെ ഏറെ പഴക്കം ചെന്ന ഒരു ശിവക്ഷേത്രത്തിലേക്കാണ്. അപ്പം ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരു സൈഡ് നിറച്ച് കാട്, ഒരു സൈഡ് നിറച്ച് കൃഷിയൊക്കെയാണ്. പിന്നെ ഇവിടെ ഉള്ളവരുടെ ജീവിത വരുമാന മാർഗവും കൃഷിയാണ്. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ട് കേട്ടോ. ഈ വലത് സൈഡിൽ കാണുന്ന നീല നെറ്റടിച്ചേക്കുന്ന എല്ലാം വളത്തുമീൻ കൃഷിയാണ് കേട്ടോ. നമ്മൾ ആദ്യ കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കൃഷിയിടങ്ങളിൽ നിറച്ച് ജമന്തിത്തോട്ടമായിരുന്നു. ഇപ്പം കാലക്രമേണ അവർ ഓരോ കൃഷി സീസൺ അനുസരിച്ച് മാറ്റി ഇപ്പം എന്തോ കൃഷി ചെയ്യാൻ വേണ്ടി നില ഒഴിഞ്ഞിട്ടേക്കാണ്. അങ്ങനെ ദാണ്ട് നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ഫ്രണ്ടിൽ തന്നെ പൂമാലകളും പൂജാദ്രവ്യങ്ങളും വെക്കുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പൂമാലയും വിളക്കും വാങ്ങിച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആഗ്രഹം സാധിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതിൻ്റെ ഇടയിലൂടെ ഈ കടയിലെ ചേച്ചിനോട് തലയിൽ പൂ ചൂടാൻ വേണമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകതയാണല്ലോ തലയിൽ മുല്ലപ്പൂ ചൂടുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് ഗോപുരത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഈ വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്വിളക്കൊക്കെ കത്തിച്ച് നല്ല മനസ്സുരുകി ഭഗവാനോട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. മക്കൾക്ക് ഈ അമ്പലത്തിൽ വരുന്ന ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ഓടിച്ചാടി കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ പ്രദക്ഷിണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ കൂടെ ചേർന്നു. ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളും പാറകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുത്ത ഫീലാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ കല്യാണ മണ്ഡപം. അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികൾ നിറഞ്ഞതാണ് ഈ കല്യാണ മണ്ഡപം. അങ്ങനെ ഗണപതിയെയും മുരുകനെയും എല്ലാം തൊഴുതു കഴിഞ്ഞു. തമിഴ്നാട് ക്ഷേത്രങ്ങളെ മനോഹരമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കൊത്തുപണികളാണല്ലേ. ഈ ക്ഷേത്രത്തിലും കൊത്തുപണികൾ കാണാൻ അതിമനോഹരമാണ്. അത് കണ്ട് നമ്മൾ അങ്ങനെ നിന്ന് പോകും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടും ശിവൻ ഏറ്റവും പ്രധാനപ്പെട്ട കൂവളത്തലയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ നന്ദികേശൻ്റെ ശിലയൊക്കെ കാണാൻ എന്ത് രസമാണല്ലേ. അങ്ങനെ നമ്മൾ അമ്പലത്തിന് ഒരു വലം വെച്ച് കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നന്ദികേശൻ്റെ പ്രതിഷ്ഠയുണ്ട്. നന്ദികേശൻ്റെ പ്രതിഷ്ഠയിലും തൊഴുതു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ പൂമാലയെല്ലാം തിരുമേനിയുടെ കയ്യിൽ കൊടുത്തു. തിരുമേനി അത് ഭഗവാന് ചാർത്തി. ഇവിടുന്ന് പ്രസാദമായിട്ട് തരുന്നത് ഭസ്മമാണ് കേട്ടോ. അപ്പോൾ ഭസ്മമൊക്കെ വാങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഭഗവതിയുണ്ട്. ഭഗവതിയെയും തൊഴുത് അവിടെ നമുക്ക് കുങ്കുമം തരും. എന്നിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ദൈവത്തിന് പൂജിച്ച പൂവ് നമുക്ക് തലയിൽ ചൂടാൻ തരും. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടാറ്റാ.